കുടിക്കുന്നുണ്ടോ? അതൊക്കെല്ലാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന സമയം കേട്ടോ. ഇപ്പൊ നമ്മൾ ചുട്ടടിച്ച് പ്രശ്നക്കാരാണ് കേട്ടോ. പ്രശ്നം സമ്മതിക്കണം ചേട്ടൻ. അവരൊക്കെ ഇന്നും കൊണ്ടുപോയാലും സൈഡ് പൊട്ടുന്ന മതപ്പാടില്ല അതുകൊണ്ടാ. പിടിച്ചടുത്ത് അടുപ്പിച്ചിരുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും കണ്ടോ. അതെ, രണ്ടെണ്ണം എടുത്ത് നോക്കണപ്പോ മാറിക്കാൻ പറഞ്ഞ കേൾക്കത്തില്ല ആൾക്കാർ. എന്ത് ചെയ്യാനാ? വാ കണ്ടോ 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 ഇത് കണ്ടോ ആ ഒരു പാപ്പന്മാര് പറയുന്നത് കേൾക്കാത്തത് ഞാൻ പ്രശ്നമാണ്. കാരണം ഇത് മതപ്പാട്ടിലുള്ള ആനയാണ്, അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച്. കാരണം അവരെന്താണ് ചെയ്യുക അന്ന് അവർക്ക് പോലും അറിയില്ല. എന്നും നോക്കുന്ന ആ പാപ്പന്മാരെ പോലും അവർക്ക് കണ്ടുകൂടാത്ത അവസ്ഥയാണ് നിൽക്കുന്നുണ്ടല്ലേ. കണ്ടോ എല്ലായിടത്തും ഇങ്ങനെ ഇടുക. അവരിങ്ങനെ ആരെയൊക്കെ എറിയുമെന്ന് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടല്ലേ, മതപ്പാടിലാണ്. കണ്ടോ കണ്ടോ, വെള്ളം കുടിക്കാനാണോ എന്നറിയത്തില്ല കേട്ടോ. മതപ്പാടാണ്. ആണ്ടാ കണ്ണിന്റെ സൈഡില് കണ്ടില്ലേ. മതപ്പാട് നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ആനകളുള്ള. അവർ പപ്പന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കണം കേട്ടോ. ഇവിടെ വരുമ്പോൾ ആനയെ കാണുക, പോവുക, അത്ര ചെയ്യാവും. അവർ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, മാറി നിൽക്കാനും അടുത്തേക്ക് പോകരുതെന്നും ഒക്കെ പറയുന്നത്. ഇല്ലേ, മണ്ണും പൊടിയൊക്കെ വാരിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് നമുക്കൊരു തലവേദനയോ ചെയ്യിക്കുവാനോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു അവസ്ഥ. കാണുന്ന മൊത്തം ഭ്രാന്ത് പിടിക്കുന്നതല്ലേ. അപ്പം ഇതിൻ്റെ അവസ്ഥയും പറയണ്ടല്ലോ, ഇതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ കുറ്റമല്ല. ഓക്കെ, മൃഗങ്ങളല്ലേ, വന്യമൃഗങ്ങളുമാണ്. നമ്മൾ മെരുക്കി വളർത്തുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അവരുടെ സുരക്ഷയാണ് നോക്കേണ്ടത്, നമ്മുടെ മാത്രമല്ല. അവർ അവരുടേതായ കാര്യങ്ങളിൽ അവർ പ്രയോഗിക്കുമ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്താതിരിക്കുക അല്ലേ. കണ്ടോ അവനിങ്ങനെ നിൽക്കുക. ഓക്കെ, മതപ്പാട് നിൽക്കുന്ന ആനകൾ നമ്മൾ കണ്ടില്ലേ. ഇത്രയും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതിന് ഭാഗ്യമല്ലേ. പുറകെ നിൽക്കുന്ന പപ്പന്മാർക്ക് അറിയാൻ പോകുന്നുണ്ട്. കാണാൻ നീ ക്ലാസ്സിൽ പോകുന്നു. നീ അമ്പലത്തിൽ പോകുന്നുണ്ടോ? നീ അമ്പലത്തിൽ പോകുന്നുണ്ടോ? എപ്പോഴാ? വൈകിട്ടാ? 6 മണിക്ക്. എന്നപ്പോൾ സ്കൂളിൽ ചില സാറ് വഴക്ക് പറയത്തില്ലയോ? സ്കൂളിൽ സാറിനറിയാം ഉത്സവമായിട്ട് ഞങ്ങൾ ലീവാന്ന് ഇല്ലയോ. ഇന്ന് ആന ഉത്സവം ഗുരുവായൂരപ്പനെ കണ്ടിട്ടുള്ള പരിപാടിയുള്ളൂ നമുക്ക് ഇല്ലയോ. അത്രേ ഉള്ളൂ, ബാക്കി പിന്നെ പഠിക്കാമെന്ന്. ക്ലാ ഇയാളുടെ പേരെന്തുവാ? ബൽറാം. ആ, മോൻ്റെ അച്ഛൻ്റെ പേരെന്തുവാ? സജീവ്. ആ, മോൻ്റെ അച്ഛനാണ് ഞാനേ നോക്കുന്നല്ലയോ. ഒത്തിയാൻ സജി. ഓ, എന്തിപ്പുണ്ടോ?
വന്നിട്ടുണ്ടോ എന്തി ആനില് ആ അവിടെ വയ്ക്കുന്നേ ആ ആ ആ മാറിയിട്ട് ഇങ്ങോട്ടായി ബൽറാമിൻ്റെ കൂടെ ആയി അതെ ആന പേര് ആ ഇവിടെ വയ്ക്കുന്നത് അപ്പുറത്തേക്കുന്നേ ഇപ്പൊ ഇയാളെ ഇപ്പൊ ഇതിൻ്റെ കൂടെ അല്ലയോ അത് വഴക്കുണ്ടാക്കോ വഴക്കളിയാണോ ഞാനാ വഴക്കളിയാണോ ബൽറാം ആണല്ലയോ നീ കെട്ടി ഇതിനെ ഇത് നീരാ അപ്പം 2 3 ഇത് 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 നീരില്ലാന്ന് പറഞ്ഞു ഇതും അങ്ങ് ഈ ചേട്ടൻ ബൽറാം BT ബൽറാമാണോ ഒറ്റയാൻ സജി എന്ന ചേട്ടനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ബൽറാം കേട്ടോ ഇച്ചിരി മെടയാണ് കുഴപ്പമില്ല പക്ഷേ ആൾ സുന്ദരനാണ് കേട്ടോ